ഹായ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് സാധാരണ ഒരു ഞായറാഴ്ച എങ്ങനെയാണ് പോകുന്നതെന്ന് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ തലേദിവസം നമ്മൾ ഹോസ്പിറ്റൽ വരെ ഒന്ന് പോയിരുന്നു. നമ്മുടെ സ്വന്തം ഞങ്ങൾ മേടിക്കാൻ ഉദ്ദേശിക്കുന്ന ഹോസ്പിറ്റലാണ് മാർത്തിമത്യോസ്. കാരണം എപ്പോഴും ഞങ്ങൾ അവിടെയായിരിക്കും. അപ്പോൾ അമ്മയ്ക്കാണ് ഇപ്രാവശ്യം ഫുഡ് പോയ്സൺ ആയിരുന്നു. അപ്പോൾ ഹെൽത്തിലൊക്കെ കാണിച്ചു, കുറവില്ലാതെ ആയപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു. ബ്ലഡ് ടെസ്റ്റ് ചെയ്തു, ഇഞ്ചക്ഷനൊക്കെ ചെയ്തു. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. പിന്നെ എൻ്റെ അമ്മയാണെന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവും. എൻ്റെ അനിയത്തിയോ അല്ലെങ്കിൽ ചേച്ചിയുടെ പോലെയൊക്കെ തോന്നും. അപ്പോൾ അതാണ് എൻ്റെ അമ്മ. അപ്പോൾ ബ്ലഡ് ടെസ്റ്റൊക്കെ ചെയ്തു, പക്ഷേ അതിനകത്ത് കുഴപ്പമൊന്നുമില്ല. പിന്നെ ഫുഡും വെള്ളമൊക്കെ നന്നായി കഴിക്കണം. അതിപ്പോൾ എന്താ പറയുക, ഫുഡും വെള്ളമൊന്നും കഴിക്കാതിരിക്കുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ടൊരു ക്ഷീണം വരും. അപ്പോൾ അമ്മാമ്മയ്ക്ക് വയ്യാതെ ആയപ്പോൾ കൊച്ചുമോന് ഭയങ്കര സങ്കടം. അവനിങ്ങനെ അമ്മാമ്മേരെ അടുത്തിരുന്ന് വേദനയുണ്ടോ, അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കുറച്ച് നേരം ഞാനും അവനും കൂടിയിട്ട് ഇങ്ങനെ എന്താ പറയുക, വർത്തമാനമൊക്കെ പറഞ്ഞ് കളിച്ചും ചിരിച്ചും ഒക്കെ ഇരിക്കുകയാണ്. അവന് ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു തരത്തിൽ വിഷമം വന്നു കഴിഞ്ഞാൽ അവന് ഭയങ്കര ഒരു വിഷമമാണ് കേട്ടോ. അതായത് അവൻ പിന്നെ അതിങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും. അത് എന്താ പറയുക, എനിക്കത് നമ്മുടെ കൂടെയുള്ള ആൾക്കാർക്ക് വേദനിക്കുമ്പോൾ നമുക്ക് ഒരു വിഷമം തോന്നുന്നു എന്ന് കാണുമ്പോൾ എന്താ പറയുക, ഒരു വല്ലാത്തൊരു ഫീലിംഗ്. അപ്പോൾ അതേ അമ്മാമ്മയ്ക്ക് ഉമ്മയൊക്കെ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ രാത്രിയിലെ നമ്മുടെ യാത്ര എന്താ പറയുക, ഹോസ്പിറ്റലിലേക്കായിരുന്നു. അതെല്ലാം കഴിഞ്ഞു. പിന്നെ പിറ്റേ ദിവസം ഞായറാഴ്ച. അപ്പോൾ പതിവ് പോലെ തന്നെ ഇന്നും എന്താ പറയുക, സാധാരണ ദിവസമാണ്. അപ്പോൾ പോകുന്നേക്കാൾ മുന്നേ നമ്മുടെ വീട്ടിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഒരു 3-4 പയറൊക്കെ ഉണ്ടായത്. അപ്പോൾ ഞാനതൊക്കെ പൊട്ടിക്കുകയാണ്. നമ്മുടെ വീട്ടിൽ ആദ്യം എന്തുണ്ടാവുകയാണെങ്കിലും അതിപ്പോൾ 2 ആണെങ്കിലും 1 ആണെങ്കിലും എനിക്കത് അമ്മാമ്മയ്ക്ക് കൊണ്ട് കൊടുക്കണം, അല്ലെങ്കിൽ അനിയന് കൊടുക്കണം, ആ ഒരു മൈൻഡാണ് കേട്ടോ. അപ്പോൾ 4 പയർ അതിപ്പോൾ വേറെ എന്തിൻ്റെങ്കിലുമൊക്കെ കൂടെ ഇട്ട് വെക്കാം. അപ്പോൾ ഒരു അമരക്കായ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ പൊട്ടിച്ച അമ്മാമ്മയ്ക്ക് കൊണ്ട് കൊടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അതെൻ്റെ ഒരു സന്തോഷം. ഞാൻ പറയാം, അമ്മാമ്മ അവന് അതിന് കറി ഉണ്ടാക്കിയിട്ട് അതിനകത്ത് എന്തെങ്കിലും കൊടുക്കുകയെന്ന് പറയും. അപ്പോൾ ഞാനൊരു വിമാനമൊക്കെ ഉണ്ടാക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് ഡുഡുവിന്. അപ്പോൾ അതും കൊണ്ട് നടത്താണ്. എൻ്റെ പൊന്നോ, എത്ര മഴ പെയ്താലും അപാര ചൂടാണ് കേട്ടോ. അപ്പം എൻ്റെ വീട് കാണാത്തവർക്കായിട്ടാണ്. ഇതാണ് എൻ്റെ വീട്. പണ്ടത്തെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതാണ് എൻ്റെ വീട്. ഇങ്ങനെയല്ലായിരുന്നു. പക്ഷേ കുറച്ച് 2 വർഷം മുന്നേ കുറച്ച് പണികളൊക്കെ ആയിട്ട് നമ്മൾ വീടൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അമ്മമ്മയുടെ വീട്ടിലൊരു ചെറിയ മാവുണ്ട്. അപ്പോൾ അതുമ്പോൾ നിറച്ച് മാങ്ങയുണ്ടായിരുന്നു. ഇപ്പോൾ ലാസ്റ്റ് ഒരു 3-4 മാങ്ങ നിൽക്കുന്നുണ്ട്. അതിങ്ങനെ നിന്ന് കാണുന്നത് തന്നെ ഭയങ്കര സന്തോഷം. അമ്മാമ്മയ്ക്ക് എന്നെ പോലെ തന്നെയാണ്, ചെടി ഭയങ്കര ക്രേസാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ അനിയൻകുട്ടൻ്റെ റൂം. ഇവനെ ഇതിൻ്റെ ഉള്ളിലാണ് ആക്കാറ്. എപ്പോഴും എന്നോട് പലരും ചോദിക്കാറുണ്ട്. അപ്പോൾ അവന് MR ആണ്. അപ്പോൾ അവൻ ഉപദ്രവിക്കുന്നത് കൊണ്ട് അവനെ പൂട്ടിയിട്ടിട്ടാണ് നമ്മൾ നോക്കുന്നത്. കുറച്ച് സമയം പുറത്തോട്ട് വിടും, നന്നായി ഉപദ്രവിക്കും കേട്ടോ. അപ്പോൾ അതേ കിച്ചണൊക്കെ പണ്ടത്തേക്കാളും നന്നായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ വീട് നിറച്ചു ഡുഡുവിൻ്റെ ഫോട്ടോയും ഞങ്ങളുടെ ഫോട്ടോയൊക്കെയാണ്. അമ്മയ്ക്കൊക്കെ ഡുഡുവിൻ്റെ ഫോട്ടോ കാണണം, അല്ലെങ്കിൽ ഡുഡുവിനെ കാണണമെന്ന് ഭയങ്കര സന്തോഷമാണ്. പിന്നെ ഞങ്ങളുടെ കല്യാണ ഫോട്ടോ, പിന്നെ ഡുഡുവിൻ്റെ കുഞ്ഞു ചെറുപ്പത്തിലത്തെ ഫോട്ടോസൊക്കെ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അവർക്ക് എപ്പം നോക്കിയാലും അവനെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് എൻ്റെ അനിയൻ. പുതിയതായി നമ്മുടെ വ്ളോഗിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇതാണ് എൻ്റെ അനിയൻകുട്ടൻ, എൻ്റെ സ്വന്തം അനിയൻകുട്ടൻ. അവന് ഇപ്പോൾ 29 വയസ്സാണ്. 1 വയസ്സ് കുട്ടികളുടെ ബുദ്ധി വളർച്ച പോലും ഇല്ല. എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കണം. പിന്നെ അതുപോലെ തന്നെ ആൾ നന്നായിട്ട് ഉപദ്രവിക്കുക എന്ന് പറഞ്ഞാൽ അവൻ്റെ അസുഖത്തോടുള്ള ബന്ധത്തിലാണ് കേട്ടോ. ഈ കാക്ക വോയിസ് ഓവർ കൊടുക്കാൻ സമ്മതിക്കില്ലല്ലോ. അപ്പോൾ ഞായറാഴ്ച ദിവസം ഇന്ന് പ്രത്യേകിച്ച് ഇപ്പം അമ്മയ്ക്ക് വയ്യാത്തത് കാരണം അമ്മ ഞങ്ങളുടെ അടുത്തായിരുന്നു കുറച്ച്. അതായത് രാവിലെ ഉച്ച ആവാറായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ തിരിച്ച് അമ്മാമ്മയുടെ അടുത്തോട്ട് വന്നു. അപ്പോൾ അമ്മമ്മ ചോറൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. നമുക്കൊരു ചമ്മന്തി ആണെങ്കിലും എന്താ പറയുക, അമ്മാമ്മേരെ അവിടെ നിന്ന് കഴിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ വലിയ ഹോട്ടലിലൊക്കെ പോയി കഴിക്കണ ഒരു പ്രതീതിയാണ്. ഡാനി ചേട്ടൻ അത് ഭയങ്കര മിസ് ചെയ്യുന്ന ഒരു കാര്യമാണ്.
ഡാൻ ചേട്ടൻ വരുന്നുണ്ട് അല്ലെങ്കിൽ ഡാൻ ചേട്ടൻ ഓഫിന് ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മാമ്മയ്ക്ക് മോൻ എന്തെങ്കിലും വെച്ച് കൊടുക്കാണ്ട് ഒരു സമാധാനം ഉണ്ടാവില്ല. പിന്നെ ഈ പറയുന്ന പോലെ അവൻ തുപ്പ അടിക്കുക ഇതൊക്കെ ചെയ്യും. അപ്പോൾ ഇന്ന് ഞായറാഴ്ച സ്പെഷ്യൽ ചിക്കനും മട്ടനും ഒന്നുമില്ല. പരിപ്പും തക്കാളിയും മുരിങ്ങക്കായൊക്കെയാണ് കറി. പിന്നെ മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അമ്മമ്മ ഉണക്കമീൻ വറക്കാനായിട്ടും വെച്ചിട്ടുണ്ട്. ഇത് തന്നെ സൂപ്പറാണ് അമ്മാമ്മയുടെ കറികളെന്നൊക്കെ പറഞ്ഞാൽ. അടിപൊളി കറികളാണ് കേട്ടോ. അമ്മാമ്മ പണ്ട് സദ്യക്കൊക്കെ വെക്കുന്നൊക്കെ ഒരാളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഊഹിക്കാം അമ്മാമ്മയുടെ കറികളൊക്കെ ടേസ്റ്റ്. ചെറിയൊരു ചമ്മന്തി അരച്ചാൽ പോലും നല്ലൊരു എന്താ പറയുക നല്ല ടേസ്റ്റും കാര്യങ്ങളാണ്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ അമ്മാമ്മേൻ്റെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിവുകളായിരിക്കാം എനിക്കും ഇതുപോലെ കുക്കിങ്ങൊക്കെ ചെയ്യണം എന്നുള്ളത് ഇഷ്ടം. പണ്ടൊക്കെ കുക്കിങ്ങൊക്കെ ചെയ്തിട്ട് കുറേയൊക്കെ ഫ്ലോപ്പായിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ പിന്നെ വന്ന വലിയൊരു ദൗത്യം, എൻ്റെ ദൈവമേ വെള്ളിയോണ്ട് ഞാൻ തോറ്റു. ദൗത്യമാണ് അവൻ്റെ നഖം വെട്ടുക എന്നുള്ളത്. പക്ഷേ എന്തുകൊണ്ടോ 2 പ്രാവശ്യം ഞാൻ വീഡിയോ എടുക്കുമ്പോഴും അവൻ അനങ്ങാതെ ഇരുന്നു. അതുപോലെ തന്നെ അവന് നഖം വെട്ടി കൊടുക്കുമ്പോൾ പാട്ട് പാടി അവൻ്റെ ശ്രദ്ധ മാറ്റിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അവൻ എപ്പോഴാണ് അടിക്കുക എന്നറിയില്ല. നിങ്ങൾ ഈ കാണുന്ന പോലെയൊന്നല്ല. വീഡിയോ എടുക്കുമ്പോൾ അവൻ വളരെ ഡീസൻ്റായിട്ടാണ് ഇരിക്കുന്നത്. ഇവന് മനസ്സിലായി എന്ന് തോന്നുന്നുണ്ട് ഞാനിങ്ങനെ വീഡിയോ എടുത്ത് വ്ളോഗിലിടാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഇത്ര നല്ല കുട്ടിയായിട്ടിരിക്കുന്നത് കണ്ടിട്ടില്ല. ഇനി കുറച്ച് നേരം എൻ്റെ എന്താ പറയുക പാട്ടൊക്കെ കേൾക്കാട്ടോ. അവനിങ്ങനെ കൊഞ്ചിച്ചും ലാളിച്ചൊക്കെ ഇരുന്നാലാണ് അവൻ അനങ്ങാതെ ഇരിക്കുകയുള്ളൂ. പിന്നെ ഈ നഖം വെട്ടിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ പിടിച്ചടിക്കലൊക്കെ പതിവാണ്. നഖം വെട്ടിയാലില്ലെങ്കിലും എന്താ പറയുക ഉപദ്രവം എപ്പോഴും ഉള്ളത് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് നേരം എൻ്റെ ഗാനം കേട്ടാലോ. താമരക്കണ്ണനുറങ്ങേണം കണ്ണും കുട്ടിയുറങ്ങേണം. താമരക്കണ്ണനുറങ്ങേണം കണ്ണും കുട്ടിയുറങ്ങേണം. അച്ഛനെ പോലെ വളരേണം അമ്മയ്ക്കു തണലായി മാറേണം. അമ്പിളി മാമൻ്റെ കൊമ്പില്ല കൊമ്പനെ കയ്യിലെടുക്കേണം. ആരീരം രാരീരം രാരാരോ ആരീരാരീരാരോ ആരീരം രാരീരം രാരാരോ ആരീരാരീരാരോ. നീ വളർന്നു പോകിലും നീ വളർന്നു പോകിലും അങ്ങനെ അങ്ങനെ നാമം ജപിക്കണം നല്ലവനാകേണം. ആരീരം ആരീരം ആരാരോ ആരീ ഉമ്മ തന്നെ ഉമ്മ 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 കുറച്ച് ഉമ്മ 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 ചേച്ചി. ഇനി ഞാനുമ്മ ചേച്ചി ഉമ്മ ഉമ്മ കെട്ടിപ്പിടി 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 കെട്ടിപ്പിടി. ഞങ്ങൾ വീഡിയോ പാട്ട് പാടുന്നതിൻ്റെ ഇടയിൽ അമ്മമ്മ എന്നോട് പരിപ്പ് കൂട്ടാൻ വേണമെന്ന് ചോദിച്ചായിരുന്നു. അമ്മമ്മ ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടില്ല കേട്ടോ. അതുപോലെ ദേ കണ്ട പിച്ചുന്നു. അവൻ നന്നായിട്ട് ഉപദ്രവിക്കും, പിച്ച് അടിക്കുക മാന്ത കടിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ അവനതറിയില്ലല്ലോ. പക്ഷേ സത്യം പറഞ്ഞാൽ നല്ല വേദനയുണ്ട് കേട്ടോ. പിന്നെ ഇങ്ങനെ അഡ്ജസ്റ്റ് ആയി പോകുന്നു. അപ്പോൾ അവനും ഒക്കെ കൂടിയിട്ട് കുറച്ച് നേരം ഇരിക്കും. നമുക്ക് അവിടെ നിൽക്കാനൊന്നും പറ്റാറില്ല. അവിടെ നിൽക്കാനായിട്ടുള്ള സാഹചര്യം വളരെ മോശമാണ്. കാരണം ഞാൻ ഇതുവരെയും അങ്ങനെ നിൽക്കാനായിട്ട് പോയിട്ടില്ല വിവാഹം കഴിഞ്ഞതിന് ശേഷം. കാരണം ഉണ്ണീനെ എന്തെങ്കിലും ചെയ്യോ എന്നുള്ളൊരു ഭയം. പക്ഷേ സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഉണ്ണീനെയാണ് അവന് പേടി. ഉണ്ണീനെ കാണുമ്പോൾ ഉണ്ണി എന്തെങ്കിലും ചെയ്താലോ എന്ന് വിചാരിച്ചിട്ടാന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അമ്മാമ്മയും മോനുമായിട്ട് ഭയങ്കര അറ്റാച്ച്മെൻ്റാണ് കേട്ടോ. സാരില്ല, നമുക്ക് നഷ്ടപ്പെട്ടു പോയ ബാല്യം അവന് കിട്ടുമ്പോൾ വളരെ സന്തോഷം.
പിന്നെ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ കഴിഞ്ഞ് വീട്ടിലോട്ട് വന്നു. പിന്നെ ഞാനും അവനും കൂടി കുറച്ച് നേരമൊക്കെ ഇങ്ങനെ ഇരുന്ന് കളിക്കും കേട്ടോ. അപ്പോൾ പാമ്പും ഗോണിയൊക്കെ കളിക്കും, പിന്നെ അങ്ങനെ പല പല ഇതും കളിക്കും. പിന്നെ ഈ പറഞ്ഞോണം എന്താ പറയുക, അവന് ജയിക്കണം എന്നുള്ളൊരു മൈൻഡാണ്. പക്ഷേ ഞാനത് സമ്മതിച്ചു കൊടുക്കില്ല. കാരണം തോറ്റ് പഠിക്കണം, തോറ്റ് അതെന്ന് വിചാരിച്ചിട്ട് സ്കൂളിൽ തോൽക്കാനല്ലാട്ടോ പറയണേ. നമ്മൾ എപ്പോഴും ജയിക്കുക എന്നുള്ള മൈൻഡ് വരുമ്പോൾ നമ്മളൊരു പ്രാവശ്യമെങ്കിലും എങ്ങാനും നമുക്കൊരു തോൽവി സംഭവിച്ചാൽ നമുക്കത് ഭയങ്കര വിഷമമായിട്ട് വരും. അപ്പോൾ കളികളിൽ നിന്ന് തന്നെ അവനെ ആ ഒരു പാഠം പഠിപ്പിക്കണം. അതായത് തോറ്റാലും കുഴപ്പമില്ല, പിന്നെയും ട്രൈ ചെയ്ത് വരുമ്പോൾ വിജയം ഉണ്ടാകും എന്നുള്ളത്. നമുക്ക് അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ, ഇങ്ങനെയൊക്കെയാണ് ഓരോ കാര്യങ്ങൾ പഠിപ്പിക്കുക. പിന്നെ കുറച്ച് നേരം ഞങ്ങളുടെ എന്താ പറയുക, ഓരോ കളിച്ചിരിയും അങ്ങനത്തെ ഒക്കെ സംഭവങ്ങളൊക്കെയാണ്. പിന്നെ ഞങ്ങൾ തമ്മിൽ കളിയൊക്കെ കളിച്ച് അവസാനം അടിയാവുമ്പോൾ പിന്നെ ഇത് പരിഹരിക്കാൻ വേണ്ടി ഞങ്ങളങ്ങ് ഹൈക്കോടതി വരെ വിളിക്കും, അപ്പേനെ വിളിക്കും. അപ്പോൾ അപ്പ പറയും, ദൈവമേ ഈ 2 കൊണ്ട് ഞാൻ തോറ്റു എന്നുവെച്ചാൽ അപ്പ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിലായിരിക്കും ഞങ്ങളുടെ വഴക്കിൻ്റെ ഫോണും കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ. എന്നെ അങ്ങനെ ചെയ്തു, അമ്മ എന്നെ ഇങ്ങനെ ചെയ്തു എന്ന് പറയും. അപ്പോൾ ഞാൻ പറയും, ഇവ അങ്ങനെ ചെയ്തുകൊണ്ടല്ല ഞാൻ അങ്ങനെ ചെയ്തതെന്നൊക്കെ പറഞ്ഞ് പിന്നെ അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ സോൾവ് ആവും. അപ്പോൾ കുറച്ച് സമയത്തെ എന്താ പറയുക, കളികൾക്കൊക്കെ ശേഷം കുറച്ച് നേരം ഒന്ന് ഞങ്ങൾ മയങ്ങി, ഞങ്ങളൊന്ന് കുറച്ച് നേരം ഉറങ്ങി. അത് എനിക്ക് നിർബന്ധമുള്ളൊരു കാര്യമാണ് കേട്ടോ. അതായത് സ്കൂളില്ലാത്ത സമയത്ത് കുറച്ച് നേരം കുട്ടികൾ ഒന്ന് ഉറങ്ങുന്നത് നല്ലതാണ്. പക്ഷേ ചിലവർക്ക് എന്താ പറയുക, ഒരു ദിവസം ഉറങ്ങിയാൽ പിറ്റേ ദിവസം ഉറങ്ങിയില്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് വരും. പക്ഷേ ഇവനെ സംബന്ധിച്ച് അങ്ങനെ ഇല്ല. സ്കൂളുള്ള സമയത്തൊന്നും ഉറങ്ങില്ല. ഇല്ലാത്ത സമയത്ത് ഞാൻ അവനെ കുറച്ച് നേരം രാവിലെയൊക്കെ കളിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുഡൊക്കെ കൊടുത്ത് ഉച്ചയ്ക്ക് ഒരു ഉറക്കമുണ്ട്. ആ ഉറങ്ങി എണീറ്റ് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നേരം കളിക്കും, പിന്നെ പഠിക്കും, അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യും. പിന്നെ ഡുഡുമോൻ ട്യൂഷനും പോകുന്നുണ്ട്. അവനെ കഴിഞ്ഞ വർഷം തൊട്ട് തന്നെ നമ്മൾ ട്യൂഷന് വിട്ടിട്ടുണ്ട്. എൻ്റെ അടുത്ത് ഇരുന്ന് കഴിഞ്ഞാൽ ഞാൻ അവനും കൂടിയിട്ട് പിന്നെ വാദിപ്പായിരിക്കും, നീ പഠിക്ക് ഞാൻ പഠിക്ക്. അപ്പോൾ ആ വാദം എന്തായാലും കൂടുതലാവണ്ടെന്ന് വിചാരിച്ച് ട്യൂഷന് വിട്ടു. പിന്നെ സർപ്രൈസായിട്ട് നമ്മുടെ ഡുഡുവിൻ്റെ കൂട്ടുകാരൻ ജെയ്ക്ക് അവൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡുഡു നല്ല ഉറക്കത്തിലായിരുന്നു. ജെയ്ക്കിനെ കണ്ട വഴിക്ക് അവനാകെ സന്തോഷമായിട്ട്, അവൻ സത്യം പറഞ്ഞാൽ ഡുഡു ഇവിടെ ഒറ്റയ്ക്കല്ലേ, വേറെ ആരും അവനെ, ഞാൻ കളിക്കാമെന്ന് പറഞ്ഞാലും അവൻ്റെ ഫ്രണ്ട്സായിട്ട് കളിക്കുമ്പോൾ അത് വേറെ ഒരു സന്തോഷമാണ്. അപ്പോൾ ജെയ്ക്ക് കുറച്ച് നേരം വന്നു. അവൻ്റെ പപ്പ പുറത്തേക്ക് എവിടെയോ പോകാനുണ്ടായിരുന്നു. അപ്പോൾ വന്ന് അവന് 2 പേർക്കും ചായയും ബിസ്ക്കറ്റും ഒക്കെ കൊടുത്തു. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒക്കെ എൻ്റെ പിള്ളേരാണ് കേട്ടോ. ഞാൻ അവരെ തീറ്റിച്ച് ഞാൻ കൊല്ലും. അതായത് എനിക്കിങ്ങനെ കഴിച്ചുകൊണ്ടേ ഇരിക്കണം. ഞാൻ കഴിക്കില്ല കേട്ടോ. ഇനി നിങ്ങൾ വീഡിയോ കണ്ടിട്ട് പറയാം, ചേച്ചിയുടെ പോലെ തന്നെ അവരെ വണ്ണത്തിൽ വെപ്പിക്കാൻ വേണ്ടിയിട്ടാണെന്ന് ചിന്തിക്കും. പക്ഷെ ഞാൻ കഴിക്കാറില്ല. എനിക്ക് മറ്റുള്ളവർക്ക് വെച്ച് കൊടുക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എല്ലാവർക്കും അങ്ങനെ വെക്കാനൊന്നും ഇഷ്ടമുള്ള ആൾക്കാരൊന്നുമല്ല. പിന്നെ കുറച്ച് നേരം അവർ അവിടെ ഇരുന്ന് കളിച്ചു. അവർ കളിക്കുമ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ പോയി ശല്യപ്പെടുത്താറില്ല. ഞാൻ എപ്പോഴും കളിക്കാൻ തന്നെ പറയാറ്. കാരണം എപ്പോഴും പഠിപ്പെന്ന് പറഞ്ഞാലൊന്നും ശരിയാവില്ല കേട്ടോ. അവർ വന്നു കഴിഞ്ഞാൽ അവരുടേതായ കുറച്ച് സമയം കൊടുക്കും. ഞാൻ അതിനിടയിൽ ഒന്നും ഞാൻ ഇടപെടാറില്ല. അവർ തന്നെ കളിക്കും. പിന്നെ കൊച്ചു കുട്ടികളല്ലേ, കളിച്ച് എന്തെങ്കിലും വഴക്കോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം ഞാൻ ജസ്റ്റ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. പിന്നെ കുറച്ച് സമയം ഞങ്ങൾ പാട്ടൊക്കെ വെച്ച് ഡാൻസൊക്കെ കളിക്കാൻ കേട്ടോ. അപ്പോൾ ജെയ്ക്കും ഡുഡു എന്നൊക്കെ പറഞ്ഞാൽ ഇനിയുണ്ട് 2 പേര്. ഇവർ ഒരുമിച്ച് ഒരേ ക്ലാസ്സിലാണ് പഠിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും അടുത്ത അറിയുന്ന ആൾക്കാരുടെ മക്കളും കൂടിയാണ്. അപ്പോൾ പിന്നെ പറയണ്ടല്ലോ. അപ്പോൾ അമ്മാമ്മയും കൂടി ഇരുന്ന് അവരുടെ കൂടെ കളിക്കുകയാണ് കേട്ടോ. അവർ TV-യിൽ പാട്ട് വെച്ചിട്ട് അത് അങ്ങനെ കളിക്കുമ്പോഴും നമുക്കൊരു സന്തോഷമാണ്. അവർ എൻജോയ് ചെയ്യട്ടേന്നേ. അവർ എൻജോയ് ചെയ്യേണ്ട പ്രായമാണ്. ആ ചെയ്യുന്ന പ്രായത്തിൽ അവർ എൻജോയ് ചെയ്യട്ടെ. അതിനെ ഈ വിശ്വാസത്തിൻ്റെ പേരും പറഞ്ഞ് ഇങ്ങനെ കുത്തികയറ്റി വരുന്നത് എനിക്കിഷ്ടമല്ല. നമ്മളങ്ങനെ ചെയ്യാൻ പാടുണ്ടോ, ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്ന്. പക്ഷേ ഇങ്ങനെ ഇപ്പോൾ ചെയ്തുകൊണ്ട് ഇപ്പോൾ വിശ്വാസം പോകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കേട്ടോ. അപ്പോൾ കുറച്ച് സമയമൊക്കെ അവർ കുഞ്ഞു മക്കളാണ്, അവർ വളരെ നിഷ്കളങ്കരായിട്ടുള്ളവരാണ്. അപ്പോൾ അവരുടെ സമയം എൻജോയ് ചെയ്യട്ടെ. ഇപ്പം എൻജോയ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എപ്പോൾ ചെയ്യാനാ? പിന്നെ കുറച്ചും കൂടി വലുതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഫുൾ ടെൻഷനായിരിക്കും. അതിൻ്റെ ആവശ്യമില്ല. അവർ എൻജോയ് ചെയ്യേണ്ട സമയത്ത് അവർ നന്നായി എൻജോയ് തന്നെ ചെയ്യണം. അതുപോലെ ആ സമയത്ത് നമ്മളും പറഞ്ഞ് മനസ്സിലാക്കാനുള്ള കാര്യങ്ങൾ അവർക്ക് മനസ്സിലാക്കി തന്നെ കൊടുക്കുക. അപ്പോൾ ജെയ്ക്കും പാട്ടൊന്നും ഇതിലിടാൻ പറ്റില്ല, കോപ്പിറൈറ്റ് വരുന്നത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഡുഡുവും ജെയ്ക്കൊക്കെ നല്ല കളിയാണ്. കളിച്ച് അവിടെയൊക്കെ ആകെ വലിച്ചു വാരി ഇട്ടിട്ടുണ്ട്. പിന്നെ അതേ കൂടെ ഞാനും കളിച്ചു തുടങ്ങി. എൻ്റെ പാട്ട് അവർ TV-നകത്ത് വെച്ചിട്ട്
ഞാൻ കളിക്കുന്ന ഇത് കണ്ടിട്ട് അതുപോലെ തന്നെ അവരും കളിക്കാൻ നോക്കുകയാണ്. അപ്പോൾ ജങ്കോ നിന്നെ സിനിമയിലെടുത്തടാന്ന് പറഞ്ഞോണം. എൻ്റെ ഡാൻസും അവർ ആ ടി വിയിൽ കാണുമ്പോൾ എനിക്ക് സന്തോഷട്ടാ. അവരെൻ്റെ ഡാൻസൊക്കെ കണ്ടുകൊണ്ടിരുന്നിട്ട് അതേപോലെ കളിക്കുന്നതൊക്കെ നോക്കുമ്പോഴേ. അങ്ങനെ ഇന്നത്തെ ഞായറാഴ്ച ഇത്രേ ഉള്ളൂ. അവർ വന്നു, കുറച്ച് നേരമൊക്കെ ഇരുന്ന എന്താ പറയുക, കളിച്ചു, ഭക്ഷണം കഴിച്ചു. അങ്ങനെ നമ്മുടെ എന്താ പറയുക, ഡുഡുവിനും അതൊരു സന്തോഷമായിരുന്നു. കാരണം അവനിങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ അവനൊരു വിഷമം. പക്ഷേ കുഴപ്പമില്ല, അതൊക്കെ നമ്മൾ ശീലിക്കണം കേട്ടോ. അപ്പോൾ ജേക്കിൻ്റെ പപ്പ വന്നപ്പോൾ ഡുഡു വേഗം വണ്ടിയുമ്പോൾ കയറി എന്നെ ഒന്ന് റൗണ്ട് കൊണ്ടുപോകുമെന്ന് ചോദിച്ചു. അപ്പോൾ അവർ രണ്ടാളും കൂടിയിട്ട് ഇത് നമ്മുടെ വീടിൻ്റെ അവിടം വരെ ഒന്ന് റൗണ്ട് ചെയ്തിട്ട് ഇങ്ങോട്ട് വരും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഒരു ഞായറാഴ്ച സാധാരണ പോലെ തന്നെയാണ്. അപ്പം ഉണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾ എവിടേക്കെങ്കിലുമൊക്കെ പൂവും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഇപ്പോൾ പിന്നെ ഞാൻ അവനുള്ളത് കാരണം ഞങ്ങളെപ്പോഴും വീടിൻ്റെ ഉള്ളിലായിരിക്കും. എന്തെങ്കിലും ആവശ്യത്തിന് മാത്രം അമ്മയുടെ അടുത്തേക്ക് പോകും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടാറ്റാ.